ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പെരുന്നാൾ തലേന്നത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ക്ലീനിങ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ തന്നെ മക്കൾക്കൊക്കെ പള്ളിയിൽ പോകണം, ഫുഡ് ഉണ്ടാക്കണം. അതൊക്കെ കൊണ്ട് ഞാൻ തലേന്ന് തന്നെയാണ് ഒക്കെ ക്ലീൻ ആക്കുന്നത്. ജസ്റ്റ് പിറ്റേന്നൊന്ന് അടിച്ചു വരാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിയതാണ്. ഇവിടെ ഞാൻ ഡെയിലി ഒന്നും അടിച്ചു വാരി തുടക്കലൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഇവിടെയൊക്കെ ഉപയോഗിക്കലുള്ളൂ. അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് അടിച്ചു വാരി ഇപ്പോൾ 2-3 ദിവസമായി ഞാനിവിടെ അടിച്ചൊക്കെ വാരിയിട്ട്. അപ്പോൾ അത് അടിച്ചൊക്കെ വാരി ഒന്ന് തുടച്ചൊക്കെ ഇടുകയാണ്. ഇവിടെ അങ്ങനെ ആരും കിടക്കൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ ഫുൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഫുള്ളായിട്ടൊന്ന് അടിച്ചൊക്കെ ഒന്ന് വാരിയിടുകയാണ്. അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രാവിലെ ഞാൻ കടയിൽ സാധനം വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. വീണ്ടും താഴെ ഇറങ്ങി അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ തിരക്കാൻ നമുക്കിതിനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുള്ള നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തലേന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേന്നത്തെ പണീൻ്റെ ഒരു ഭാരമൊക്കെ കുറഞ്ഞ പോലെയൊക്കെ തോന്നും. ക്ലീനിങ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചൊക്കെ വരാനുള്ള ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിച്ചു വാരി തുടക്കുകയാണ്. ഇനി പെരുന്നാൾക്ക് അപ്പം ചുടലുണ്ട് കേട്ടോ. ഇവിടെ അപ്പം നിർബന്ധമാണ്. നിങ്ങളൊക്കെ വീട്ടിൽ പെരുന്നാൾക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി പുതിർത്തി വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. കുറേ ഒന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ആർക്കും അപ്പമൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറേ ഒന്നും ഉണ്ടാക്കിയാലൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ സാധനം കൊണ്ടുവന്നതിൽ നിന്ന് ഓരോന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വെക്കുന്നുണ്ട്. ഇന്ന് അറഫ ദിവസം ആയതുകൊണ്ട് നോമ്പുണ്ട് കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് വെക്കുകയാണ്. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോഴത്തേക്ക് ഉമ്മ എനിക്ക് ഉള്ളിയും ഇതൊക്കെ തോലൊക്കെ പോകി തന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒരു സമാധാനമായിട്ടുണ്ട്. ബിരിയാണിക്കുള്ളതെല്ലാം സെറ്റാക്കി വെച്ചാൽ രാവിലെ വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലേക്കും ബോട്ടിലാക്കേണ്ടതൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണ്. ഇങ്ങനെ നിരന്ന് കിടന്നാൽ തന്നെ നമുക്കെന്തോ കുറേ പണിയൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നും. അപ്പോൾ ഓരോ സ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഞാനിങ്ങനെ ബോട്ടിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറേ കാലം തീരുന്നവരെ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് വെള്ളമാവുന്നതിന് അടിയിലൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ എത്ര കാലം നിൽക്കുന്നോ അതുവരെ അത് ക്ലീനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളി അതൊക്കെ ബാസ്ക്കറ്റിലേക്ക് ആക്കുന്നുണ്ട്. ഉള്ളിയൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. അതിങ്ങനെ നമ്മൾ ബാസ്ക്കറ്റിൽ തന്നെ തുറന്ന സ്ഥലത്ത് വെക്കണം. അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ആക്കിയിടുക. നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിലും നമ്മൾ വൃത്തികേടായി കാണുന്ന സ്ഥലം അന്നേരം തന്നെ ക്ലീൻ ആക്കി പോവുക. അപ്പോൾ എപ്പോഴും ഒരു നീറ്റായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ വീട്. അപ്പോൾ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. പക്ഷേങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വൃത്തികേടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുക. ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കുകയാണ്. നാളത്തേക്കുള്ള പുഡിങ് ഇന്നേ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഒന്നും അധികമായിരിക്കും വേണ്ടി വരില്ല. മക്കൾക്കൊക്കെ ഇതേപോലെ പുഡിങ്ങോ കസ്റ്റേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുള്ളൂ.
അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ പുഡിങ് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലിടാം. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം സാധനങ്ങളും വേണ്ട കേട്ടോ ഇതിനൊന്നും. ചെറിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി പുഡിങ് എല്ലാം ആക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ഓരോരുത്തർ വരുമ്പോൾ ഇതെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫും ചിക്കനൊക്കെ കൊണ്ടു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബീഫൊക്കെ ഒന്ന് വെക്കാം. വൈകുന്നേരത്തേക്ക് നോമ്പറക്കുമ്പോഴത്തേക്ക് എന്തായാലും ബീഫൊക്കെ വേണമല്ലോ. അപ്പോൾ അതിപ്പം തന്നെ ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മളെ പണിയിൽ നിന്ന് കുറഞ്ഞു കിട്ടും. അപ്പം വൈകുന്നേരത്തെ എടുക്കാം, നാളത്തേക്കൊക്കെ എടുക്കാനായിട്ട് ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഉണ്ടാക്കി വെക്കാണ്. അപ്പം എന്ത് ചെയ്യുക, കഴിയുന്നതും പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയാടെ വെക്കുക. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പണിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആക്കാമെന്നുള്ള ഇതിൽ അടുക്കള തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് കുളിക്കാനൊക്കെ പോയി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ബീഫൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ, ഒരു 5:30 ആയിട്ടുണ്ട്. ആ സമയത്താണ് പിന്നെ ഞാൻ അപ്പമൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇപ്പം അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് എടുക്കാൻ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും എടുക്കാമെന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ ചൂടാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ നോമ്പ് തുറക്കുന്ന ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. കുയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നിന്ന് ബീഫ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം. അപ്പോൾ ബീഫും ആയിട്ടുണ്ട് കേട്ടോ. ബീഫും അപ്പവും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ബീഫൊക്കെ ആക്കിയത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ബീഫും അപ്പവും കൂടി കഴിക്കാമല്ലോ. അപ്പോൾ അപ്പമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നോമ്പറക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. ഇന്ന് ഫുള്ള് അധികം അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് ടൈം എടുത്ത് പണിയെടുത്താൽ നാളെ രാവിലെ നമുക്ക് പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ പണിയൊക്കെ തീർക്കണമല്ലോ. അതുകൊണ്ട് ഇന്നേ ചെയ്ത് വെച്ചാൽ നാളെ നമുക്ക് പണിയൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ നാളെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുക. അപ്പോൾ ഇന്ന് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിപ്പിച്ചിട്ട് പൊരിക്കാൻ വിചാരിച്ചു. എന്നാൽ ചിക്കനിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് വെച്ച് അതിന് മസാലയ്ക്ക് വേണ്ടി ഉള്ളി തക്കാളി അതൊക്കെ കട്ടാക്കിയെല്ലാം വെച്ചാൽ രാവിലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മസാല ഉണ്ടാക്കുക, അങ്ങനത്തെ പണിയേ ഉണ്ടാവുള്ളൂ. ഈ കട്ടിങ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറും കൊണ്ട് എന്തായാലും ആവും. അപ്പോൾ രാവിലത്തെ തിരക്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നേ അതൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ആ കട്ടറിൽ പെട്ടെന്നാവും കേട്ടോ. നല്ല മൂർച്ചയൊക്കെ ഉള്ള കട്ടറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അപ്പോൾ ചോറിനും മസാലക്കൊക്കെ സാലഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് അരിഞ്ഞരിഞ്ഞ് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചു. ഈ ബ്ലേഡ് നല്ല ഉപകാരം കേട്ടോ. എത്ര പെട്ടെന്നാണെന്നറിയോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടുക. ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതോരോന്ന് മുറിക്കുന്നത് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്ത പാത്രം അന്നേരം തന്നെ കഴുകുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പിന്നെയും നമുക്ക് കുറേ കഴുകാനുണ്ടാവും. എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മളെ പണി കുറേ കുറഞ്ഞ പോലെയൊക്കെ തോന്നും. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഫുള്ളിങ്ങനെ നിരന്ന് കിടക്കുമ്പോഴും ഇങ്ങനെ അവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വരും. പക്ഷെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന പാത്രം അന്നേരം കഴുകിയിട്ടും വൃത്തികേടാവുന്ന ഏരിയയൊക്കെ നമുക്ക് അന്നേരം തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ഇട്ടാൽ തന്നെ നമുക്കൊരു സമാധാനമായിരിക്കും. പണിയൊക്കെ എടുക്കാൻ ഒരു സമാധാനത്തോടുള്ള പണിയെടുക്കലായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പാത്രം കഴുകണമല്ലോ, അവിടെ തുടക്കണമല്ലോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ച ചിക്കനെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ ഈ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തോല് കളഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തോലുകളൊക്കെ കുറച്ച് ചെറിയൊരു പണിയല്ലേ. അപ്പോൾ അതൊക്കെ മുന്നേ ചെയ്തു വെച്ചാൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു പണിയേ ഉണ്ടാവുള്ളൂ രാവിലെ. അപ്പോൾ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്തു വെക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ എത്ര സുഖമായിരിക്കും രാവിലെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. ഇതിപ്പം നമുക്ക് പെരുന്നാളായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ വീട്ടിലെന്തോ പരിപാടി ഉണ്ടെങ്കിലും തലേന്നൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നവർ തന്നെ ആയിരിക്കും. തലേന്ന് നമുക്ക് കുറച്ചധികം പണിയൊക്കെ ഉണ്ടാവും, എന്നാലും പിറ്റേന്ന് നമുക്ക് അത്ര ഭാരമായിട്ട് തോന്നൂല. അപ്പോൾ അതൊക്കെ ചതച്ച് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട്. രാവിലെ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം പണി തീർക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുക, അവരെ കാര്യങ്ങൾ നോക്കുക, എല്ലാം കൂടി നമുക്ക് നടക്കില്ല. പിന്നെ പള്ളിയിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ മാറ്റി വിട്ടണം, നമ്മളെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നടക്കാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ നമുക്ക് അവരെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അവരെ കാര്യം നോക്കാനുള്ള സമയം ഉണ്ടാവും. മക്കളെയൊക്കെ പള്ളിയിലൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് രാവിലെ തന്നെ ഫുഡൊക്കെ ആക്കേണ്ടി വരും.
അവർ മക്കളൊക്കെ പള്ളിയിലൊക്കെ പറഞ്ഞയച്ച് വീട്ടിലുള്ളവരെയൊക്കെ പള്ളിയിലൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മളിത് തുടങ്ങുകയാണെങ്കിൽ തന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും നിസ്കാരവും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ പണിയൊക്കെ ഒന്ന് തലേന്നേ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയ തക്കാളി ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചിക്കനൊക്കെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണിയൊക്കെ ഉള്ളൂ. പക്ഷെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നുക. ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവും. എന്താ വെച്ചാൽ കുറേ സാധനങ്ങൾ വെക്കാനുണ്ടാവുമല്ലോ. ഇതേപോലെ പുഡിങ്ങാണോ നമ്മളങ്ങനെയുള്ള ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതും ഇതേപോലെ ആക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ കൂടി വെക്കണമെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുക. വലിയ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അതിലേക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല, എല്ലാം കൂടി ഫ്രിഡ്ജ് നിറഞ്ഞിങ്ങനെ ഇതായി നിൽക്കും. അപ്പോൾ ചെറിയ പാത്രങ്ങളിലാക്കി ഇങ്ങനെ അടച്ചു വെച്ചാൽ നമുക്ക് ഓരോന്നെടുക്കാനും വെക്കാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മല്ലിച്ചപ്പിലൊക്കെ കുറേ ചീഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ബിരിയാണിക്കുള്ള തൈരിനുള്ള ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് മാത്രം ഇട്ടിട്ട് രാവിലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി എല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കനൊക്കെ പൊരിച്ച് കഴിയാറായിട്ടുണ്ട്. അതും കഴിഞ്ഞ് അതും എടുത്ത് വെക്കണം. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ചിക്കനല്ല, നല്ല പൊരിഞ്ഞ് നിൽക്കുന്ന ചിക്കനും കൂടെ ആയതുകൊണ്ട് കേടാവുന്നില്ല. ഇപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ സ്ലാബൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീനും കൂടി ആക്കിയാൽ ഇന്നത്തെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് രാവിലെ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം.